ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫ്രം ഫോസിട്ട്. എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ ആയി ഞാൻ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഞാൻ ബെൻഡിങ് വീഡിയോസ് ഒക്കെ ആയിരുന്നു ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്നും ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാരേജിന്റെ ഒക്കെ വീഡിയോസ് ആണ് ഇപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയും വീഡിയോസ് എഡിറ്റ് ചെയ്തിട്ട് ഇടാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്നും ഇടാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പൊ ഇപ്പതാ ഞാൻ ഇന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടി പോവാൻ കേട്ടോ. അപ്പൊ എവിടേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈസൂരാണ്. അപ്പൊ നമ്മുടെ സ്കൂളിൽ നിന്ന് +2 ലാസ്റ്റ് ട്രിപ്പായിട്ട് നമ്മൾ പോവാണ് കേട്ടോ. അപ്പോ ഫ്രണ്ട്സ് എല്ലാരും വരുന്നുണ്ട്. അപ്പൊ നമുക്കൊരു അതിന്റെ ഒക്കെ ഒരു വീഡിയോ ആയിട്ട് ഇതൊക്കെ ഒരു മെമ്മറി ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആയിട്ട് വന്നതാണ്. പിന്നെ എന്തായാലും നമുക്ക് പാക്കിംഗ് ഒക്കെ ചെയ്യണം. അപ്പൊ പാക്ക് ചെയ്യാനൊക്കെ വേണ്ടി പോവാണ്. പിന്നെ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്യാൻ. നേരെ വീഡിയോ. അപ്പൊ ഞാൻ കുറെ ആയിട്ടോ മൈസൂരൊക്കെ പോയിട്ട്. ഞാൻ ചെറുപ്പത്തിൽ പോയതാണ്, ഒരു 3ലോ 4ലോ ഒക്കെ പഠിക്കുമ്പോഴാണ് പോയത്. അപ്പൊ അതിനെയും കാട്ടി ഇപ്പൊ കുറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്ന് ഞാൻ വീഡിയോസിലൂടെ ഒക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തൊക്കെയാ മാറ്റങ്ങൾ നമുക്ക് വ്ളോഗില് നിങ്ങൾക്കും കാണാം, അതുപോലെ എനിക്ക് നേരിട്ടും കാണാം. അപ്പൊ ഞാൻ വാപ്പുള്ള സമയത്തൊക്കെ ആയിരുന്നു കേട്ടോ പോയത്. പിന്നെ എന്തായാലും നമുക്ക് ഇപ്പൊ ഒന്ന് പോയിട്ട് വരാം. ഇപ്പൊ ഞാൻ നല്ല എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ കാലത്തിന് ശേഷമാണ് ഇപ്പൊ ഞാനൊരു ട്രിപ്പ് പോകുന്നത്. ഞാൻ 10th ട്രിപ്പ് പോയതാണ് കേട്ടോ. പിന്നെ അതിന്റെ ഇടക്ക് പോയൊരു ഓർമ്മ ഒന്നുമില്ല. പിന്നെ ഫാമിലി ആയിട്ട് 1 ഡേ ഒക്കെ എവിടെയെങ്കിലൊക്കെ പോവല്ലാണ്ട് ഞാൻ അങ്ങനെ 2 ദിവസമൊക്കെ ആയിട്ട് പോയിട്ടൊന്നുമില്ല. അപ്പൊ ഇത് ഒരു ദിവസം ഒരു നൈറ്റും 2 പകലുമാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോ അവര് പറഞ്ഞിരിക്കുന്നത് 11-ാം തീയതി രാവിലെ ഒരു പുലർച്ചെ 4 മണിയാവണ സമയത്ത് നമ്മൾ അവിടെ സ്കൂളിൽ എത്തണം എന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടുന്ന് ഒരു 3:45 ആവണ സമയത്ത് പോണം. 4 മണിക്ക് ബസ് എടുക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നേരത്തെ പോണം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമുക്ക് എന്തായാലും ഇനി പോയിട്ട് വരാം. ഇപ്പൊ നമ്മളിപ്പോ കാണിക്കാൻ പോകുന്നത് പാക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പൊ എന്തായാലും പാക്ക് ചെയ്യണത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അപ്പൊ ഗൈസ്, ഞാൻ ഇൻട്രൊഡക്ഷൻ ഒക്കെ എടുക്കുന്ന സമയത്ത് ഫാനിന്റെ സൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ കാരണം കുറച്ച് ക്ഷമിക്കണം കേട്ടോ ഗൈസ്. ഇവിടെ ഫാനിന് സൗണ്ട് ആയതുകൊണ്ടാണ്. അപ്പൊ ഇപ്പൊ ഞാൻ ഫാനൊക്കെ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് വീഡിയോ. അപ്പൊ അതൊക്കെയാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഞാൻ എപ്പോഴും എടുക്കാറുള്ള ബാഗിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഇപ്പോഴും എടുക്കാൻ പോണത്. അപ്പൊ ഇതാ ആദ്യം തന്നെ വെള്ളം എടുത്തിട്ടുണ്ട്, ഒരു കുപ്പിയിൽ വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് അവിടെ പോയിട്ട് ആ വലിയ ബാഗല്ലേ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരു സൈഡ് ബാഗിനായിട്ട് ഞാൻ ഈ ഒരു ബാഗ് എടുക്കുന്നുണ്ട്. പിന്നെ അതാ സ്നാക്സ് ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ എനിക്ക് വേണ്ട മേക്കപ്പ് ഐറ്റംസും തലയിൽ വെക്കാനും കമ്മലും എല്ലാതും എടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടത് ചാർജറാണ്. ചാർജറും അതുപോലെ തന്നെ ഹെഡ്സെറ്റും എടുത്തിട്ടുണ്ട്. പിന്നെ അത് കവർ നമുക്ക് ആവശ്യം വരും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മുഷിന ഡ്രസ്സുകളൊക്കെ ഇട്ട് വയ്ക്കാനുള്ള കവറൊക്കെ അതാ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇത് സ്നാക്സ്, പിന്നെ ഇത് ബ്രഷും പേസ്റ്റും, പിന്നെ അതുപോലെ തന്നെ സോപ്പൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനായ പാഡും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഗേൾസിന് അത് മുഖ്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇതാ നമ്മൾ നാളെ പോകാനുള്ള ഡ്രസ്സ് ഇതാണ് കേട്ടോ ഗൈസ് ഇടുന്നത്. റെഡ് ടീഷർട്ടും ജീൻസും ആണ് കേട്ടോ നാളെ ഇടുന്നത്. പിന്നെ അതാ തോർത്തുണ്ട്. പിന്നെ ഒരു യൂണിഫോമിൻ്റെ ഷർട്ട് എടുക്ക് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൂവിൽ പോണ സമയത്ത് അതുപോലെ ഐ ഡി കാർഡ് ഞാൻ എടുത്തിട്ടില്ല, ഇപ്പോഴാണ് ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ ഐ ഡി കാർഡും അതുപോലെ തന്നെ നമ്മുടെ യൂണിഫോമിൻ്റെ ഷർട്ടും എടുത്തു വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്തു വെക്കുന്നുണ്ട്. പിന്നെ ഇതാ നമുക്ക് പോയിട്ട് തലേദിവസം ഇടാനുള്ള, തലേദിവസം മീൻസ് പോയ പിറ്റേ ദിവസം ഇടാനുള്ള ഡ്രസ്സും എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്ലാക്ക് കളർ ഡ്രസ്സാണ്. അപ്പോൾ എന്തായാലും ഞാൻ വ്ളോഗ് ഇടുമ്പോഴൊക്കെ അതിൽ കാണാം കേട്ടോ ഗൈസ് ഡ്രസ്സൊക്കെ ഇട്ടത്. പിന്നെ ഇത് നമുക്ക് നൈറ്റ് മാറ്റാനുള്ള ഡ്രസ്സാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഗൈസ് ഞാൻ കൊണ്ടുപോകുന്ന സാധനങ്ങൾ. അപ്പൊ ഗൈസ്, ഞാൻ എന്തൊക്കെയാ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ കാണിച്ചു. ഇനി ഇതാ ബാഗിലെല്ലാം എടുത്തു വെച്ച് പാക്ക് ചെയ്യണം. ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഗൈസ്. അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് പോയി കഴിച്ചിട്ട് ഡ്രസ്സൊക്കെ എടുത്തു വെച്ചിട്ട് വേണം ഇനി ഒന്ന് നല്ലപോലെ കിടക്കാനോ ഉറങ്ങാനൊന്നും പറ്റില്ല. എന്താ വെച്ചാൽ നാളെ പോകണം, നാളെ എന്തൊക്കെയായിരിക്കും എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റിലായിരിക്കാം ഫുള്ളും. അതെല്ലാവർക്കും അറിയണത് തന്നെ. പിന്നെ പ്രത്യേകിച്ച് എന്നെ പറഞ്ഞാൽ ഞാൻ ടൂർ നാളെ ഞാൻ ടൂർ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഉറങ്ങാറേ ഇല്ല കേട്ടോ. ഫാമിലി ആയാലും എങ്ങനെയായാലും ഞാൻ ഉറങ്ങാറേ തന്നെ ഇല്ല കേട്ടോ. അപ്പൊ എന്റെ ഉമ്മ പറയും ഇവൾക്ക് ടൂർ പോകുമ്പോൾ മാത്രമാണ് ഞാൻ ഉറങ്ങാണ്ടിരിക്കുക, ബാക്കിയുള്ള സമയത്തൊക്കെ കിടന്ന് ഉറങ്ങുന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ ഇങ്ങനെ പറയണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ എന്തായാലും ഇതൊക്കെ എടുത്തു വെക്കട്ടെ കേട്ടോ. അപ്പൊ ഗൈസ്, ഞാനെന്താ കഴിച്ചിട്ട് ഇനി കിടക്കാൻ പോവാണ് കേട്ടോ. പിന്നെ എന്തായാലും നമുക്ക് നാളെ രാവിലെ കാണാം കേട്ടോ. ഹലോ ഗായ്സ്, അങ്ങനെ രാവിലെ എണിച്ചത് അപ്പം റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ അതാ ഞാൻ ടീഷർട്ടും ജീനുമാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതാ ഞാൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ രാത്രി ഉറങ്ങിയിട്ട് തന്നെ ഇല്ല കേട്ടോ ഗൈസ്, അതിന് എണീക്കാൻ തന്നെ. ഞാൻ എന്താ പറയുക, എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടൊരു 2 മണിയൊക്കെ 12 മണിയൊക്കെ ആയി കിടന്ന് ഉറങ്ങാൻ പോട്ടോ ഗൈസ്. പിന്നെ എണിച്ചത് 2 മണിക്കാണ് എണിച്ചത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉറക്കമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ ചിന്നത്താവും ഉമ്മയായിട്ട് കൊണ്ടുവിടാൻ പോകുന്നത്. അപ്പം ഇനി എന്തായാലും നമുക്ക് പോവാം. അങ്ങനെ ഇതാ ചിന്നത്ത വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിന്നത്തെയും ഉമ്മയാണ് എന്നെ കൊണ്ടാക്കാൻ വരുന്നത്. അപ്പോൾ അങ്ങനെ ഇതാ ഗേറ്റൊക്കെ പൂട്ടിയിട്ട് നമ്മളിതാ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ വീട്ടിൻ്റെ ഇവിടെ നിന്ന് അടുത്ത് തന്നെയാണ് കേട്ടോ സ്കൂള്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. എത്തിയതും ബസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് പ്രിൻസ് പറഞ്ഞിട്ടുള്ള ഒരു ബസ്സിലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതാ 2 ബസ്സാണ് കേട്ടോ. നമ്മൾ 2 ബസ്സിലായിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അങ്ങനെ അതാ 2 ബസ്സും ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ വന്നതും പിന്നെ അവിടെ എന്താ പറയുക, അങ്ങനെ ഓരോ പടക്കങ്ങൾ കത്തിക്കണതും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പൂത്തിരിയൊക്കെ കത്തിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പിന്നെ വണ്ടിയിൽ കയറിയത് തന്നെ. നമ്മൾ ഓരോരുത്തരായിട്ട് സാറുമാർ പേര് വിളിച്ചിട്ട് കയറ്റാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ അതാ നമ്മൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടിയിൽ കയറിയതും പിന്നെ നമ്മൾ സീറ്റിലൊക്കെ ഇരുന്ന് പിന്നെ കുറച്ചങ്ങോട്ട് മൂവ് ആയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഡാൻസൊക്കെ കളിച്ചത്. അങ്ങനെ അതാ ഉമ്മയും ചിന്നത്തെയൊക്കെ അവിടെ നിന്നിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഫോണിലൂടെ വിളിച്ചിട്ട് കൈ പുറത്തിട്ടരുത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ അതാ നമ്മൾ ബസ് എടുത്ത് സ്റ്റാർട്ടായി. ഇപ്പോൾ ഇതാ അവിടെ എല്ലാവരും ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഡാൻസ് കളിച്ചത്. എനിക്ക് കയറിയതും കളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇതാ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇതിൻ്റെ വോയിസ് ഓവറൊക്കെ കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ അപ്പോൾ എല്ലാവരും ഇവിടെ ടയേർഡായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു പമ്പിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. പമ്പിൽ നിർത്തിയിട്ട് നമുക്ക് രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതവിടെ ഓരോരുത്തർ റീൽസ് എടുത്തുകൊണ്ടിരിക്കുന്ന തിരക്കാണ് കേട്ടോ. ഗേൾസ് എല്ലാവരും കൂടെ ഇതവിടെ റീൽസ് എടുക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ മൈസൂരിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതോ ഒരു ഫോറസ്റ്റിൻ്റെ പേര് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതെനിക്ക് ഓർമ്മയില്ല. അപ്പോൾ നമ്മളിതങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഹിൽസ് കയറുന്ന സമയത്ത് ചെറിയ തണുപ്പൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പ് എന്ന് പറയാനൊന്നും അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല. മൈസൂർ എന്ന് പറയുമ്പോൾ അത്ര തണുപ്പൊന്നുമില്ല കേട്ടോ. നമ്മുടെ അവിടുത്തെ ക്ലൈമറ്റ് പോലെ തന്നെ ആയിരുന്നു. അത്രയ്ക്ക് വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഇപ്പോഴും ഹിൽസ് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ടൂറൊക്കെ പോയി വന്ന് കുറേ ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫാമിലിയിൽ മാരേജ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അതുകൊണ്ടാണ് മെല്ലെ ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതങ്ങനെ നമ്മൾ കർണാടക ചെക്ക് പോസ്റ്റ് കടക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ അതാ നമ്മളൊരു 12:30 ആവണ സമയത്ത് ഉച്ചക്ക് പാലസിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പോയത് പാലസിലായിരുന്നു. അങ്ങനെ അതാ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഉച്ചക്ക് ബിരിയാണി ആയിരുന്നു. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല കേട്ടോ. എന്തോ അവിടുത്തെ റൈസ് എനിക്ക് അത്രയ്ക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടീച്ചേഴ്സും എല്ലാവരും കൂടിയിട്ട് കുറച്ച് പേര് മുന്നിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ടീച്ചേഴ്സിലൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ അതാ പാലസ് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇനി എനിക്ക് അത്രയ്ക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പാലസിൻ്റെ ഉള്ളിലത്തെ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ടൈം കുറച്ച് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും എന്നെ കൊണ്ടാവുന്നതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ അതാ നമ്മൾ പാലസൊക്കെ ഇത് അവിടെ കണ്ടിറങ്ങിയിട്ടുണ്ട്. പിന്നെ അടുത്തത് പോകുന്നത് നമ്മൾ വൃന്ദാവനം ഗാർഡനിലോട്ടാണ് കേട്ടോ. അപ്പം ഞാനിതാ എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ സോപ്പൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മൈസൂർ സാൻഡലിൻ്റെ സോപ്പൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അതൊന്നും മേടിച്ചില്ല കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ പാലസിന് മുന്നിൽ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഫോട്ടോസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഒരു മെമ്മറി ആയിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇതാ നമ്മളതൊക്കെ കണ്ടിറങ്ങിയതിന് ശേഷം ഇതാ നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്ത സ്പോട്ട് എന്ന് പറയുമ്പോൾ വൃന്ദാവനം ഗാർഡനാണ് കേട്ടോ. അങ്ങനെ നമ്മളൊരു 5 മണി ആവുന്ന സമയത്തായിരുന്നു തോന്നുന്നു നമ്മളവിടെ വൃന്ദാവനം ഗാർഡനിൽ എത്തിയത്. അങ്ങനെ ഇതാ നമ്മളിനി നടന്നു പോവുകയാണ് കേട്ടോ. കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട് ഉള്ളിലോട്ട്. അപ്പോൾ നമ്മളിതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുമ്പോൾ തന്നെ കുറേ ഷോപ്പിംഗ് ചെയ്യുന്ന കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അതിൻ്റെ ഇടയിൽ കുരങ്ങിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ സണ്ണിൻ്റെ ഇത് അടിക്കുന്നതുകൊണ്ട്, സൺലൈറ്റ് അടിക്കുന്നതുകൊണ്ട് കുരങ്ങനെ അങ്ങനെ കാണുന്നില്ല, എന്നാലും കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഓരോ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാർമാർ പറയുന്നുണ്ട് ഇപ്പം നിന്നാൽ നമുക്ക് ഉള്ളിലോട്ട് എൻട്രി ചെയ്യാൻ പറ്റില്ല, വേഗം വായോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് അങ്ങനെ വൃന്ദാവനം ഗാർഡൻ കാണാൻ വേണ്ടി പോയിട്ടോ. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയതും സാറിങ്ങനെ എല്ലാവരെയും വിളിച്ച് നിർത്തിയിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, എല്ലാവരും അവരവരുടെ ഗ്രൂപ്പ് ലീഡേഴ്സിൻ്റെ കൂടെ വേണം നടക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോവരുത് എന്നൊക്കെ പറഞ്ഞിട്ട് സാറിങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കുണ്ടാവും. ഒരു 6:15 ആവുന്ന സമയത്ത് നമ്മുടെ നമ്മൾ നിന്ന സ്പോട്ടിൽ തന്നെ വന്ന് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ആ മറ്റേ വാട്ടർ ഡാൻസിന് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ടൈമിൽ എല്ലാവരും കൂടി ചേർന്നത് കൊണ്ട് ആരൊക്കെ മിസ്സാവുക എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സാറ് ആദ്യം തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിതങ്ങനെ ഓരോരുത്തരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമായിരുന്നു കേട്ടോ. പിന്നെ കുറേ റീലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളത് ചെറിയ കുട്ടികളല്ലാത്തത് കൊണ്ട് നമ്മൾ അവിടേക്കൊന്നും പോയില്ല കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾക്ക് സമയമായി എന്ന് പറഞ്ഞപ്പോൾ നമ്മളിനി കുറച്ച് അങ്ങോട്ടൊക്കെ പോയി കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ച് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് വരുന്ന സമയത്ത് ഇതാ ഗാർഡനിലൊക്കെ ഫുൾ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ സാറ് പറഞ്ഞ സ്പോട്ടിലെത്തിയിട്ട് നമ്മളിതാ ഇനി അടുത്തത് വാട്ടർ ഡാൻസ് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് തന്നെ അവിടെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം ഇവിടുന്ന് ഓടി ചെന്നിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഗൈസ് ഇതായിരുന്നു കേട്ടോ വാട്ടർ ഡാൻസ് എന്ന് പറയുന്നത്. വാട്ടർ ഷോ എന്ന് അങ്ങനെ എന്തോ ആണ് കേട്ടോ പറഞ്ഞത്, എനിക്ക് ക്ലിയർ ആയിട്ട് ഓർമ്മയില്ല. അപ്പോൾ ഇങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മൾ അവിടുന്ന് വന്നു കേട്ടോ.
അങ്ങനെ അതാ നമ്മൾ അവിടുന്ന് ഗാർഡൻ കണ്ട് ഇറങ്ങിയതിന് ശേഷം ഇതാ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സഹറ മോൾക്ക് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇനി അടുത്ത പാർട്ടിയിൽ ഞാൻ എന്തായാലും കാണിക്കട്ടെ എന്തൊക്കെയാണ് മേടിച്ചതെന്നുള്ളതൊക്കെ. അങ്ങനെ ഇതാ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ നമ്മളിപ്പോൾ പോകുന്നത് DJ പാർട്ടിക്കാണ് കേട്ടോ. അപ്പോൾ കുറേ സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെല്ലാവരും വിളിച്ച് കഴിഞ്ഞ് അറ്റ് ലാസ്റ്റ് നമ്മളെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരോ സ്കൂളായിട്ടാണ് കേട്ടോ അവർ കയറ്റിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഇതാ നമ്മളും അതുപോലെ കയറിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിൽ പാട്ട് എന്തിനാണ് കളയുന്നത് വെച്ചാൽ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിൽ വീഡിയോൻ്റെ വോയിസൊക്കെ കളഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ രാത്രിത്തെ ഡിന്നർ വന്നിട്ട് ചപ്പാത്തിയും അതുപോലെ തന്നെ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ഒരു റൈസൊക്കെ ആയിരുന്നു കേട്ടോ. അവിടെ നിന്ന് തന്നെ അടുത്തുനിന്ന് തന്നെയാണ് കേട്ടോ കഴിച്ചത്, ഒരു ഹോട്ടലിൽ നിന്ന്. ഹലോ ഗായ്സ്, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഇരുട്ടാവുന്നതിന് മുമ്പ് ഞാൻ എന്തായാലും കൺക്ലൂഷൻ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് തന്നെ കൺക്ലൂഷൻ എടുക്കുകയാണ്. ഇനിയും കുറച്ച് മറ്റേ ഈ വാട്ടർ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്ക് കൺക്ലൂഷൻ എടുത്ത് കഴിയാലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഇപ്പോൾ വെളിച്ചമുണ്ട്, അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വെളിച്ചമുണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് വ്ളോഗ് ഇതാണ്. അപ്പോൾ സെക്കൻഡ് വ്ളോഗ് തന്നെ എന്തായാലും വരുന്നതായിരിക്കും ഇനി അടുത്ത ദിവസത്തെ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഇതെന്തായാലും ഈ വീഡിയോ ഇടുന്നത് ഞാൻ വീട്ടിലൊക്കെ പോയിട്ടായിരിക്കും കേട്ടോ ഇടുന്നത്. ഇവിടെ നിന്നൊന്നും ഇടാൻ പറ്റില്ല, എനിക്ക് വോയിസ് ഓവർ കൊടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പറ്റില്ല. അപ്പം ഇനി എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവരും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്യുക. സൈനിങ് ഔട്ട് ഓഫ് ഫ്രീ. ബൈ.